അപ്പൊ എന്തുവാ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? ചെല്ലു പറയാ കുറെ എണ്ണത്തിന്റെ വയറ്റിപ്പഴപ്പിനാന്ന്. വേറൊരാള് പറഞ്ഞു ഒരു ജോലിയും കൂലിയില്ലാത്ത കുറെ അവന്മാര് മൂടി മുതൽ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഒരു ജോലി, ഇത് ജോലിയും കൂലിയില്ലാത്തവരുടെ മാർഗമല്ല. ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം വിദ്യാഭ്യാസവും യോഗ്യതയുള്ളതാണ്. പിന്നെ ഇച്ചിരി കുറവുള്ളത് എനിക്കേ ഉള്ളൂ. അതെ, ഇവരെല്ലാം വിദ്യാഭ്യാസമുള്ളവരാ. വിവരമില്ലാത്തത് എന്നെപ്പറ്റി അങ്ങനെ വിവരമില്ലെന്നാ പറയുന്നത്. അത് സത്യവുമാണ്. അതെ, ദൈവത്തിന് മഹത്വം. വിവരമില്ല. ഇത് ജോലിയും കൂലി ഇല്ലാത്തവരുടെ മാർഗമല്ല. എന്തിനായി സുവിശേഷം? സുവിശേഷം എന്തിനാന്ന് ചോദിച്ചാൽ സകല മനുഷ്യരും രക്ഷപ്പെടാൻ. തീത്തോസിന്റെ ലേഖനം 2:11 വായിക്കുന്നത് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടണം, സകല വ്യക്തികളും രക്ഷപ്പെടണം. രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, ഒറ്റ വ്യക്തി, ഒരേ ഒരു വാതിൽ. അത് നസറയനാകുന്ന യേശു. യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ മതത്തിന്റെ സംഘടനയുടെ ആളല്ല. അവിടുന്ന് മുഴു ലോകത്തിന്റെ ദൈവമാ. നീ ഏത് മതത്തിലോ കുലത്തിലോ കുടുംബത്തിലോ നിറത്തിലോ നിലവാരത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ആമന് ദൈവത്തിൽ നിന്നൊന്നും വിഷയമല്ല. ആമൻ ദൈവം നിന്നെ സ്നേഹിക്കുന്നു, ദൈവം നിന്നെ ഇഷ്ടപ്പെടുന്നു. യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, അവിടുന്ന് മുഴു ലോകത്തിന്റെ ദൈവമാണ്. ഏത് വ്യക്തിക്കും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാം. ഏത് വ്യക്തിക്കും യേശുവിന്റെ അടുക്കൽ വരാം. കറുത്തവനും വരാം, വെളുത്തവനും വരാം, കാശുള്ളവനും വരാം, കാശില്ലാത്തവനും വരാം. ആമൻ കഴിവുള്ളവനും വരാം, കഴിവില്ലാത്തവനും വരാം. ഉന്നതന്മാരെന്ന് ചിന്തിക്കുന്നവർക്ക് വരാം, താഴേക്കിടയിലുള്ളവരെന്ന് ചിന്തിക്കുന്നവരും വരാം. വിദ്യാനിപുണന്മാർക്കും വരാം, വിദ്യാവിഹീനന്മാർക്കും വരാം. അല്ല, പണ്ഡിതനും പാമരനും ആർക്കും വരാം. കൊച്ചുങ്ങൾക്ക് വരാം, യൗവനക്കാരത്തേക്ക് വരാം, അമ്മച്ചിക്ക് വരാം, അപ്പച്ചന് വരാം, കൊച്ചുങ്ങൾക്ക് വരാം. എല്ലാവർക്കും യേശുവിന്റെ അടുക്ക വരാം. അടുത്തിരിക്കാം, തൊടാം, സംസാരിക്കാം. യേശുവിനെ അങ്ങോട്ട് തൊടാം, യേശു ഇങ്ങോട്ട്. ഒരു കുഴപ്പമില്ലെന്നുള്ളതാണ്. രാവിലെ വരാം, വൈകിട്ട് വരാം, ഉച്ചയ്ക്ക് വരാം, ഏത് സമയത്തും വരാം, ഏത് ദിവസത്തിലും വരാം. അത് അർദ്ധരാത്രിക്ക് വേണേലും വരാം. അല്ലാതെ ഇപ്പം ഇനി യേശുവിനെ കാണാനൊക്കത്തില്ല, അടച്ചു ഇല്ല, എപ്പോ വേണേലും വരാം. ചിങ്ങമാസത്തിൽ വരാം, കന്നി മാസത്തിൽ വരാം, ചിങ്ങം, കന്നി, തുലാമി വരാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഏടവം, മിഥുനം, കർക്കിടകം. ഏത് മാസത്തിലും വരാം, ഏത് വർഷവും വരാം. അല്ലാതെ 5 വർഷം കൂടുമ്പോൾ, 8 വർഷം കൂടുമ്പോൾ, 12 വർഷം കൂടുമ്പോൾ ഒന്നുമല്ല. ഏത് ദിവസവും ഏത് സമയത്തും ആർക്കും വരാം യേശുവിന്റെ അടുക്കൽ. ആ യേശു എല്ലാവരെയും സ്നേഹിക്കുന്നു. യേശുവോടു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. യേശുവോടു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. ഇന്ന് രാത്രി യേശുവിന്റെ അടുക്കവ, നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയാ. അപ്പൊ എന്തുവാ ഈ സുവിശേഷം? സുവിശേഷം യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. 5 പൈസ കൊടുക്കണ്ട, അര കാശ് കൊടുക്കണ്ട, അര മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊണ്ട് കൊടുക്കണ്ട, കാഴ്ചദ്രവ്യം വെക്കണ്ട, നിരതദ്രവ്യം ഒന്നും വെക്കണ്ട, അരി കൊടുക്കണ്ട, തുണി കൊടുക്കണ്ട, മണി കൊടുക്കണ്ട, ഗണി കൊടുക്കണ്ട, ആടിനെ കൊടുക്കണ്ട, കോടിയെ കൊടുക്കണ്ട, മാടിനെ കൊടുക്കണ്ട, പോത്തിനെ കൊടുക്കണ്ട, കാളയെ കൊടുക്കണ്ട, വസ്തു എഴുതി കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. മതങ്ങളെല്ലാം പഠിപ്പിക്കുന്ന കൊണ്ടുവാ 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 കൊണ്ടുവാ, കൊടുത്തിട്ട് ബോധിക്കുന്നു. സകല മതങ്ങളും
ഇസ്ലാമതോ, ഹൈന്ദവമതോ, ക്രൈസ്തവമതോ, പാഴ്സിയും ബുദ്ധനും ജൈനനും എന്ന് വേണ്ട സകല മതങ്ങളും ഓരോന്നിന് പരിഹാരം വരാൻ കൊണ്ടുവാ. എന്നാൽ യേശു പഠിപ്പിക്കുന്നത് നീ ഒന്നും കൊണ്ടുവരണ്ട. നീ അവിടെ ഇരുന്ന് ഒരു ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, എന്റെ യേശുവേ, എന്റെ കയ്യിൽ തരാനൊന്നുമില്ല, പക്ഷെ ഇന്ന് രാത്രി എന്നെ തരിക. എന്റെ കയ്യിൽ എനിക്ക് പൈസയില്ല, അരിയില്ല, തുണിയില്ല, ഒന്നുമില്ല. എന്റെ കയ്യിൽ ഒന്നും തരാനില്ല, അവൻ വസ്തു തരാനില്ല, പൈസ തരാനില്ല. പക്ഷെ ഇന്ന് രാത്രി അവൻ കൈ മലർത്തിക്കൊണ്ട് പറയാ, എന്റെ ദൈവമേ, ഇന്ന് രാത്രി എന്നെ തരിക. ഇന്ന് രാത്രി അങ്ങനെ ആര് പ്രാർത്ഥിക്കും, ആര് കടന്നു വരും, അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. അവിടുന്ന് രക്ഷിപ്പാൻ കഴിവുള്ളവനാ, അവിടുന്ന് വിടുവിപ്പാൻ കഴിവുള്ളവനാ ഇന്ന് രാത്രി. അതുകൊണ്ട് നിന്റെ രക്ഷാ ദിവസമാ, സമയം നഷ്ടപ്പെടുത്തരുത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഓടിച്ചു പോകാം. എന്താ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. സുവിശേഷത്തിന്റെ വിശേഷത എന്നാ? ഒത്തിരി ഉണ്ട് സുവിശേഷത്തിന്റെ വിശേഷത. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്കും അറിയാം സുവിശേഷത്തിന്റെ ഒരു വിശേഷത ഒത്തിരി ഉണ്ട്. ഒന്നേ പറയാൻ ഇപ്പോൾ ഒക്കുവുള്ളൂ. സുവിശേഷത്തിന്റെ ഒരു വിശേഷത ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇതേ സമാധാന സുവിശേഷം. അതാ അങ്ങനെ എഴുതിയേക്കുന്നത്. അറിവുള്ള വാക്യമാണ്. 6:14 6:14 വായിച്ചേ. പിന്നെ അത് പറയാതിരുന്നത് അത് വായിക്കട്ടെ. അതിനല്ല എഫേസ്യ ലേഖനം 6:14 മുതൽ ഒടുവിൽ കർത്താവിലും അമിതപരത്തിലും ശക്തിപ്പെടുവിൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തുപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധം ഒരുപ്പിൻ. നമുക്ക് പോരാട്ടം മുതൽ ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ലോകത്തിന്റെ അന്ധകാരത്തിന് അധിപതികളോട്, സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മ സേനയോടും അത്രേ. എന്നിട്ട് പറയാം, നിങ്ങൾ ദുർദിവസങ്ങൾ എതിർത്ത് കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധം ധരിപ്പീൻ, സത്യം നിങ്ങളുടെ അരക്ക് കെട്ടി, നീതി എന്ന കവചം ധരിച്ച്. അടുത്ത പദം 14 വായിച്ചു. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. തെളിഞ്ഞല്ലോ. ഈ സുവിശേഷത്തിന്റെ വിശേഷത ഇത് സമാധാന സുവിശേഷമാണ്. അതല്ല, അയ്യോ പറയാം, സുവിശേഷം എവിടെയും വന്നാൽ സമാധാനം തരിക. ആൾക്കാരെ കൊല്ലുന്ന മാർഗമല്ല സുവിശേഷം. ആൾക്കാരെ അന്യോന്യം അടിപിടി ഉണ്ടാക്കുന്ന മാർഗമല്ല സുവിശേഷം. ജാതിയോടും മതത്തോടും തമ്മിൽ അടുപ്പിക്കുന്ന മാർഗമല്ല സുവിശേഷം. ഞങ്ങൾ ജാതിയിൽ ഇച്ചിരി വലിയ പുള്ളിക്കാരാ, മറ്റവര് ജാതിയിൽ മറ്റവനാ ഒന്നുമല്ല. ഈ വേദപുസ്തകത്തിലെ പ്രമാണം എന്നാണെന്നറിയാമോ? ഈ ഭൂമിയിൽ പാർക്കുന്ന സകല മനുഷ്യനും ഒറ്റ ഒരുത്തന്റെ സന്തതിയാ. അങ്ങനെ നമ്മുടെ ആൾക്കാരും വിശ്വസിക്കുന്നില്ല കേട്ടോ. ഇല്ലില്ല, എല്ലാവരും ഒന്നും വിശ്വസിക്കുന്നില്ല. അങ്ങനെ വിശ്വസിക്കാതെ നമ്മൾ ഇങ്ങനെയാണോ ഇടപെടുന്നത്? ഇതെടുത്തോണ്ട് ഇങ്ങനെ നെടുകാൻ കൂടെ ഇങ്ങനെ നടക്കുന്നതേ ഉള്ളൂ. ഒറ്റ ഒരുത്തന് വിശ്വാസമില്ല. ഇല്ലെന്ന് തീർത്ത് പറയുന്നില്ല, 1-2 പേരൊക്കെ വിശ്വസിക്കുന്നുണ്ട്. തീർത്തെങ്ങനാ പറയുന്നേ? 1% വേണമല്ലോ. മിക്ക ഇതൊന്നും വിശ്വാസമില്ല. പിന്നെ ചുമ്മാ അല്ലിയോ ഗ്ലോറി അത് ശീലിച്ചു പോയത് കൊണ്ടാണ്. നന്നായിട്ടുള്ള ഡ്രൈവർമാര് പറയണ്ട, വളവ് വരുമ്പോ തന്നെ അവര് ഇത് വർഷങ്ങളായിട്ട് ശീലിച്ചു പോയത് കൊണ്ടാണ്. ഒറ്റ കൈ കൊണ്ടാന്നേലും പുതുതായിട്ട് പഠിച്ചവൻ 2 കൈയും കണ്ണും കാലും എല്ലാം നോക്കി. ചില സഹോദരിമാര് പോകുന്ന കണ്ടിട്ടില്ലേ? സ്കൂട്ടറെ പോകുന്ന ഭർത്താവ് ഈടെ എടുത്തു കൊടുത്തതാ, പേർഷ്യയെ പോയി ഇല്ല വള്ളം തൊഴാൻ പോയ സ്കൂട്ടറെ പോകുന്നു. അത് കുഴപ്പമില്ല, പൊക്കോ. അന്നേരം ഒട്ടും കഴിവില്ലാത്തവൻ തേണ്ട വരുന്നു 2 കൂടെ. പിന്നെ മിക്കവരും റോഡിൽ വെച്ച് വിശുദ്ധ ചുംബനം കൊടുക്കുക. കണ്ടിട്ടില്ലേ? വിശുദ്ധ ചുംബനം നടത്തി. ഇതെല്ലാവരും ഒന്നും വിശ്വസിക്കുന്നില്ലെന്ന് ബൈബിള് നമ്മൾ അടിച്ചിറക്കുന്നുണ്ട്. ചോദിക്കാറുണ്ട്, ബൈബിൾ ഉണ്ടോ? എന്തിനാ? ഞങ്ങൾക്കൊരു 50 എണ്ണം വേണം. നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ? എല്ലാ കൊല്ലവും നീ 50, 100 ഇങ്ങനെ കയറ്റി വിടുക. എടാ, 50, 100 വിട്ടില്ലെങ്കിലും നീ ഇത് വിശ്വസിക്കുന്നോ? പിന്നെ നമ്മുടെ പിന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഇത് വിശ്വസിച്ചതാ. പിന്നെ ഗ്രാൻഡ് ഫാദർ എന്തുവാ ഇതിന്റെ പ്രമാണം? ഒരു പ്രമാണം പറയുക. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്, ഭൂതലത്തിലെങ്ങും കുടിയിരിക്കാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയോളമാക്കി. ഇത് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും നമ്മൾ പറയുന്ന പുള്ളി നിങ്ങളുടെ കൂടെ അല്ലേ? നമ്മുടെ കൂടെ മറ്റേതാ. ഞാൻ പറയുന്ന പാസ്റ്റർക്ക് പിടി കിട്ടുന്നില്ലേ? എടാ, ആദ്യം ഇത് നീ വിശ്വസിക്കേ, എന്നുവെച്ച് നീ മറ്റുള്ളവരോട് പറ. ഇതിനകത്ത് പ്രമാണം എന്നാന്നറിയാമോ? ഇവിടെ ഇരിക്കുന്ന സകലയാണ്. ഇവിടെ ഇരിക്കുന്നത് മാത്രം തന്നത്തോട് മാത്രമല്ല,
വണ്ടിത്തോടും തേക്ക് തോടും മണ്ണീറ് ഗുരുനാഥം മണ്ണും പിന്നെ ഏതാ നമ്മുടെ കടമന്റെ പിന്നെ നമ്മുടെ തടവായി ശൗമേലിച്ചാന്റെ വീടിന്റെ ആ സ്ഥലം വേറൊരു പേര് കൂമ്പാക്കുളം. പിന്നെ ആ പൂച്ചക്കുളം എന്തേലും ആയിക്കോട്ടെ, സകലയെണ്ണു തേക്കോട് ഞാൻ പറഞ്ഞു. അമ്മാമ്മയ്ക്കൊരു സങ്കടം പറഞ്ഞു. റാന്നി കോന്നി പത്തനംതിട്ട ജില്ലയും കേരളത്തിലും അല്ല, ഓരോ ജില്ലയിൽ അല്ല, ഇന്ത്യക്ക് ഈ ഭാരത മണ്ണിലുള്ള സകല സംസ്ഥാനത്തുള്ളതും അല്ല, പാകിസ്ഥാനിലെ, ഇന്ത്യയിലെ, ചൈനയിലെ, ബർമയിലെ, ഭൂട്ടാന്റെ, അമേരിക്കതും എന്ന് വേണ്ട ഈ ലോകത്തിൽ മനുഷ്യനായിട്ട് ആരൊക്കെയുണ്ട് അവരെല്ലാം ഒറ്റയൊരുത്തന്റെ സന്തതിയാണ്. അങ്ങനെയായി വേറെ പുസ്തകം പഠിപ്പിക്കും. അല്ലാതെ കുറെ എണ്ണം മുഖത്തിൽ നിന്ന് വന്ന്, കുറെ എണ്ണം നെഞ്ചിന്റെ അവിടെ നിന്ന് വന്ന്, കുറെ എണ്ണം കാലിന്റെ അവിടെ വന്ന്, കുറെ എണ്ണം കാലിന്റെ കീഴിൽ നിന്ന് ആരാടാ ഉണ്ടാക്കിയത്? എന്നെ പേടിച്ചിരിക്കുകയാണോ? ഞാൻ സത്യമായി പറഞ്ഞേ, തല്ലുകൊള്ളുക പകുതി ഞാൻ തരും, പകുതി ഞാൻ കൊണ്ടുപോകും. എന്തിനാ തല്ലുകൊള്ളുന്ന കാര്യം പറയുന്നതല്ലേ? ഇത് മുഖത്തിൽ നിന്നും കാലിന്റെ അവിടെ നിന്നും അരയെന്നും കയ്യിൽ നിന്നും വന്നതല്ല, ഒറ്റ ഒരുത്തന്നെ സന്തതിയാണ്. അങ്ങനെ സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നത്. ഞങ്ങൾ ഇച്ചിരി വലിയ പുള്ളിക്കാരെ, അവൻ കുറഞ്ഞത് അല്ലല്ലല്ല. ഈ സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നത് ഭൂതലത്തിൽ നിന്നും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. അതുകൊണ്ട് സകല ആൾക്കാർക്കും രക്ഷാമാർഗം ഒന്ന്. അതുകൊണ്ട് ഒറ്റ രക്ഷകൻ, ഒരു സൂര്യനല്ലേ ഉള്ളൂ. ഹിന്ദുക്കൾക്ക് ഒരു സൂര്യൻ, ക്രിസ്ത്യാനിക്ക് ഒരു സൂര്യൻ, മുസൽമാൻ ഒരു സൂര്യൻ, പാഴ്സിക്കും ബുദ്ധനും വേറൊരു സൂര്യൻ, അവൻ പിന്നെ അമേരിക്ക അല്ലടാ, ഒറ്റ സൂര്യനേ ഉള്ളൂ. എല്ലാവർക്കും ഒരു സൂര്യൻ, രാത്രിയിൽ അവൻ ഒരു ചന്ദ്രൻ, സ്തോത്രം, ഒരു ഭൂമി. അങ്ങനെയാണെങ്കിൽ തറപ്പിച്ച് പറയാം, ഒരു ദൈവം, ഏകദൈവം, ഏകദൈവം, സത്യദൈവം. ഇത് ആരുടെയും തരംതിരിക്കരുത്. ഏകദൈവം, നിത്യദൈവം, സത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം, നസറേയനാകുന്ന യേശു. എന്തുവായി സമയം 9 നിർത്തട്ടെ. എന്താ നിങ്ങൾ പറ. അല്പസമയം കൂടെ എടുക്കണം. എത്ര എടുക്കണമെന്ന് അല്പസമയം എന്ന് ആലോചിച്ച് പെട്ടെന്ന് പറ. 15 മിനിറ്റ് ആയിക്കോട്ടെ. യേശുക്രിസ്തുവാണ് സത്യദൈവം. ഇതൊരു വിഭാഗത്തിനോ മതത്തിനോ സംഘടനയ്ക്കുള്ളതല്ല, മുഴുവൻ ലോകത്തിന്റെ ദൈവമാണ്. ചത്തമർത്തിയാത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ട, ചത്തമർത്തിയാത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ട, 10 ദൈവങ്ങൾ സത്യദൈവമൊന്നേയുള്ളൂ. 10 ദൈവങ്ങൾ സത്യദൈവമൊന്നേയുള്ളൂ. ഏക സത്യദൈവമേയുള്ളൂ. ഭൂവാസികളുടെ ഏക സത്യദൈവമേയുള്ളൂ. ഭൂവാസികളുടെ ഏക സത്യദൈവമേയുള്ളൂ. ഏക സത്യദൈവമൊന്ന്, ഏക രക്ഷിതാവുമൊന്ന്. 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 ഏക സത്യവേദമൊന്ന്, ഏക രക്ഷാമാർഗമൊന്ന്. ഏക സത്യവേദമൊന്ന്, ഏക രക്ഷാമാർഗമൊന്ന്. ഏക സത്യദൈവമേയുള്ളൂ. ഭൂവാസികളുടെ ഏക സത്യദൈവമേയുള്ളൂ. ഭൂവാസികളുടെ ഏക സത്യദൈവമേയുള്ളൂ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യേശുക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ആളല്ല, അവിടുന്ന് മുഴുലോകത്തിന്റെ ദൈവമാണ്. അതന്നെ സകല എണ്ണ ഒറ്റ ഒരുത്തന്റെ സന്തതിയാണ്.
ദൈവത്തിൽ നിന്ന് മാറിയത് കൊണ്ടല്ലേ പ്രശ്നമെല്ലാം വന്നെ അല്ലേ? ഞാൻ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് ഈ മാർഗത്തിൽ വന്നത്. അപ്പം അന്ന് നാമം ജപിക്കുമ്പോൾ ഒരു വരി ഹരിനാമ കീർത്തനത്തിലുണ്ട്. ഇതിപ്പോൾ ചൊല്ലിയ നമ്മുടെ പെന്തിക്കോസുകാർ പറയും അയാളിപ്പം ഹരിനാമ കീർത്തനം ചൊല്ലി നടക്കുക എന്ന് പറയും. ഇത് മാത്രം കട്ട് ചെയ്തിടുന്ന ബിരുദന്മാരുണ്ട്. ഞാൻ ദയവ് ചെയ്ത് അപേക്ഷയാണ്, നിങ്ങൾ പ്രസംഗം മൊത്തം വിടണം. അവിടുന്ന് ഇച്ചിരി കട്ട് ചെയ്ത് വെച്ച് പ്രത്യേക തലക്കെട്ടുമൊക്കെ കൊടുത്ത് കാശുണ്ടാക്കാനായിട്ട് ചെയ്യരുത്. നിന്റെ കുടല് ദൈവം പൊരിക്കും. പ്രസംഗം വിട്ടോ മൊത്തം വിട്ടു എല്ലാവരും കേൾക്കട്ടെ. കേൾക്കാനില്ലയോ പ്രസംഗിക്കുന്നത്? നിന്റെ വരുമാന മാർഗം വർദ്ധിപ്പിക്കാൻ അല്പം വെട്ടിയെടുത്തേച്ച് അതിനൊരു പ്രത്യേക തലക്കെട്ട് കൊടുത്ത് എങ്ങാനും ഇട്ടാൽ നിന്നെ, നിന്റെ സന്തതിയെ, നിന്റെ കുടുംബത്തെ ദൈവം പൊരിപ്പിക്കും. ആ കിട്ടുന്ന കാശ് നിനക്ക് നിന്റെ സന്തതിക്കും എന്നാ ഒതകത്തില്ല. അച്ഛൻ വേറെ താണ്ട പറഞ്ഞേ, ഞാൻ കേൾക്കാത്ത പദമാണ് എനിക്കിഷ്ടമാണ്. ഇച്ചിരി കട്ടി കുറവാ, ഞാൻ കട്ടിക്ക്. ഈ ദൈവത്തിൽ നിന്ന് അകന്നതാ പ്രശ്നം. അപ്പം നാമം ജപിക്കുമ്പോൾ ഹരിനാമം ഒന്നാകരണ്ടെന്നു കണ്ടളവിലുണ്ട യോരിണ്ടൽ ബദമിണ്ട വദല്ല മമ പണ്ടേ കണക്ക് വരുവാൻ നിൻ കൃപാബലികൾ ഉണ്ടാകയെങ്കലിക നാരായണായ നമ. പണ്ട് ചൊല്ലിയിട്ടുള്ളതാ, വ്യാഖ്യാനിക്കുന്നില്ല. ഒന്നായ നിന്നയിക രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ബദ മിണ്ടാവതല്ല മമ പണ്ടേ കണക്ക്. അങ്ങനെ വരണം. സകല എണ്ണ ഒറ്റയോർ തന്നെ സന്തതിയാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരേ ഒരു രക്ഷകൻ, ഒറ്റ രക്ഷകനേ ഉള്ളൂ, ഒറ്റ രക്ഷകൻ. അത് ഒന്നുകൂടെ തറപ്പിച്ച് ഉറപ്പിച്ചും പറയാ, യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ മതത്തിന്റെ സംഘടനയുടെ സഭക്കാരുടെ ആളല്ല, അവിടുന്ന് മുഴു ലോകത്തിന്റെയും ദൈവമാ. സകല ആൾക്കാർക്കും യേശുവിനെ ആരാധിക്കാന്ന്. അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാ. ഓടിച്ചു നിർത്താൻ 15 കൂടെ തന്നത് കൊണ്ട് സന്തോഷം. ദൈവത്തിന് മഹത്വം. നമ്മുടെ ആൾക്കാർ 8:45 ബൈബിളിന്റെ സിബും ഒക്കെ ഇട്ട്, കാരണം ഇനി ചെന്നേച്ചാൽ ഉണക്കച്ചപ്പാത്തി കഴിച്ചേച്ച് ഒരു കുത്തും കുത്തിയേച്ച് കയറി കിടക്കാനാ. പിന്നെ ഈ ഏരിയയിലുള്ളവർക്ക് കണ്ടമാനം കുത്തില്ല, കാരണം ജോലി ചെയ്യുന്നവരാ. അങ്ങ് മറ്റേ ആ സൈഡൊക്കെ മുഴുവൻ കുത്താ. നിങ്ങളൊക്കെ നന്നായിട്ട് അധ്വാനിക്കുന്നവരാണല്ലോ, അതുകൊണ്ട് വലിയ ശല്യമില്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ഇനി സുവിശേഷത്തിന്റെ വിശേഷത ഒത്തിരി ഉണ്ടല്ലോ. ഒന്നാ പറഞ്ഞേ, സമാധാന സുവിശേഷം. സുവിശേഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്ന സമാധാനമാണ്. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ സൗകര്യം കെടുത്ത് ജീവിച്ച ധാരാളം ആൾക്കാരുണ്ട്. പേടി സ്വപ്നം. ഞങ്ങൾക്ക് നമ്മുടെ ചർച്ചക്കോട്ടിൽ മരിച്ചുപോയി നമ്മുടെ ചെന്നാമറ്റം കുഞ്ഞുമാന ചായന് ഷർട്ട് ഊരി കഴിഞ്ഞാൽ മുഴുവൻ വെട്ടിൻ്റെ നമ്മൾ ഇങ്ങനെ മുഴുവൻ വേട്ട, വിദ്യാഭ്യാസിയും തൻ്റെടിയും അടിപിടിയും. ചെന്നാമറ്റം കുഞ്ഞുമാന ചായന് നാടൻ ഭാഷ പറഞ്ഞ് വേറും. അച്ഛനോടത്ത് ഞാനത് പറയുമെന്ന് ഇല്ല, ചില വിവരമൊക്കെ ഉണ്ട്. വേറും ഞങ്ങളുടെ വലിയപ്പം പറയില്ല, വെറുമായിരുന്നു. പിന്നെ അടക്കത്തിന് ഞാനും പോയതാ. പക്ഷേ എല്ലാവർക്കും കുഞ്ഞുമാൻ അവിടെ നിൽക്കുന്നത് പറഞ്ഞാൽ ആ ഏരിയ കൂടെ പെണ്ണുങ്ങൾ പോകുകയല്ല. പെണ്ണുങ്ങൾ പീടിയെ പോകുമ്പോഴേ കുഞ്ഞുമാൻ അവിടെ നിൽപ്പുണ്ട്, അന്ന് ഇന്ന് പീടിയെ പോകുന്നില്ല, കഞ്ഞി കുടിച്ചില്ല എന്നുള്ളു. പേടി സ്വപ്നമായിരുന്നു. എൻ്റെ അറിവിപ്പെട്ടവരുടെ കാര്യം ഇതുപോലെ 100 കേസുകളുണ്ട്. സ്തോത്രം. പക്ഷേ പുളിക്കക്കൊച്ചാൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു. അതിനൊക്കെ ജോർജ് സാറിൻ്റെയൊക്കെ ശുശ്രൂഷയില്ലേ. പുളിക്കക്കൊച്ചായൻ വലിയ അഭ്യാസിയാണ്. അദ്ദേഹം ഒരിക്കലും ചെന്ന് കുഞ്ഞുമാനെ കാണാൻ ചെന്നപ്പോൾ ചോദിച്ചത് ഷാപ്പിലുണ്ടെന്ന്. നേരെ അവിടെ ചെന്ന് പൂച്ചക്കുഞ്ഞിനെ എടുക്കും പോലെ എടുത്തുകൊണ്ടിഞ്ഞ് പോന്നു. സുവിശേഷം പറഞ്ഞു. അവർ തമ്മിൽ അതുപോലെ ബന്ധമുണ്ടതുകൊണ്ടാണ് സുവിശേഷം പറഞ്ഞു. ആ മനുഷ്യനൊരു കുഞ്ഞാടിനെ പോലായി. വീട്ടിൽ സമാധാനം, ദേശത്ത് സമാധാനം. സുവിശേഷം സമാധാനം തരുന്ന മാർഗമാണ്. അല്ലാതെ കുഞ്ഞുമോനെ എടുത്തേച്ചു കുഞ്ഞുമോനെ വീണ്ടും വടിവാൾ കൊടുത്തേച്ചു, വത്സ കുഞ്ഞുമോനെ നീ എല്ലാവരെയും വെട്ടടാ, ഞാൻ നിന്നെ പ്രസാദിച്ചടാ. അതാണോ സുവിശേഷം? ഉടനെ വത്സം കൊടുവാളുമായിട്ട് അങ്ങ് ഇറങ്ങുക. ഈ സുവിശേഷം സമാധാനം തരുമെന്ന് മനസ്സിലായോ?
എത്ര കുടുംബങ്ങൾക്ക് സമാധാനം ലഭിച്ചു. മദ്യപാനവും മെറുക്കൂത്തും പുകവലി ലഹരി പദാർത്ഥവും തെറിവിളി അനാവശ്യമായിട്ട് എത്ര കുടുംബം അലോഹ്യമായി വെച്ച കഞ്ഞി പോലും കുടിക്കാൻ പറ്റാത്ത എത്രയോ കാലങ്ങള്. 4 കാലയിലാ വരുന്നത്. കഞ്ഞിയും കലവെടുത്ത് ദൂരോട്ട് എറിഞ്ഞ് കൊച്ചങ്ങളെ കട്ടിലിനടി കയറി പേടിച്ച് പാത്ത് ചില പിള്ളേർ അലറിക്കൂവി അപ്പുറത്തെ വീട്ടിലോടി. അപ്പുറത്തുകാർ ഇവിടെ വന്ന് ആരേക്കാന എത്ര കുടുംബങ്ങൾ. പക്ഷേ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഈ സുവിശേഷം ചെന്നു. അതായത് സമാനം. ഇപ്പൊ ആ വീടുകളിലൊക്കെ പോയി നോക്കിയേ. ഇപ്പൊ സന്ധ്യയാകുമ്പോ ഇരുന്ന് പാട്ട് പാടി പ്രാർത്ഥിക്കും. കപ്പ പുഴുങ്ങി മുളകുടച്ച് താന്നേല് ആമ പണ്ടത്തെ കാര്യമായി പറയുന്നത്. ആമ സന്തോഷത്തോടെ കടിച്ചു വിശ്രമിക്കും. പ്രഭാതത്തിലും കേൾക്കാം സ്തോത്രവും പ്രാർത്ഥനയും. ഈ സുവിശേഷം സമാധാനം തരുന്നതാ. ദൈവത്തിന് അലോക്യമുണ്ടാക്കുന്നതല്ല. ആമൻ വർഗീയത വിളമ്പുന്ന നല്ല സുവിശേഷം. അയ്യോ, വർഗീയതയൊന്നും വിളമ്പരുത് കേട്ടോ. ഒരു തള്ളയുണ്ട് ചുമ്മാ വിഷം തുപ്പി നടക്കുന്നൊരു തള്ള. എല്ലാ വിഭാഗത്തിലും ഉണ്ട്. വർഗീയത വിളമ്പരുത്. അമ്മ ചോദിക്കുന്ന ആരാന്ന്? അമ്മ ഞാൻ പിന്നെ പറയാം. അമ്മ ഇപ്പൊ തന്നെ അത് അറിഞ്ഞിട്ടേ ഉള്ളു ബാക്കി കാര്യം. യോഗം കഴിഞ്ഞ് പോകരുത് അവിടെ നിൽക്കും. തള്ള ആരാന്ന് ഞാൻ പറയാം. പോകരുത് അവിടെ നിൽക്കും. അല്ലെ നീ അറിയാതെ എന്നെങ്ങാനും കിടന്നില്ലേ, ഉറക്കം വന്നില്ലെങ്കിൽ ഒക്കെ ഞാൻ പറഞ്ഞു തരാം. ഒരു കാര്യം ഞാൻ പറയാം, വർഗീയത വിളമ്പരുത്. മനുഷ്യനെ മനുഷ്യനായി കാണണം. അലോഹ്യമുണ്ടാക്കിക്കരുത്. ഞങ്ങൾ ക്രിസ്ത്യാനികളാ, അവര് ഹിന്ദുക്കളാ, അവര് മുസ്ലിങ്ങളാ, കൊമ്പ് കോർത്തോ പറയരുത്. മനുഷ്യനെ മനുഷ്യനായി കാണണം. ഏത് വ്യക്തിക്കും അവന്റെ വ്യക്തിത്വമുണ്ട്. ഇഷ്ടമുള്ള മനത്തിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവനവന്റെ ഇഷ്ടമാണ്. പക്ഷേ മനുഷ്യനെ മനുഷ്യനായി കാണണം. അലോക്യമുണ്ടാക്കരുത്. തമ്മിൽ തല്ലിപ്പിക്കരുത്. ജാതിയോടും വ്യക്തികളുമായിട്ട് അലോക്യമുണ്ടാക്കരുത്. ഇത് സമാധാനമാണ്. അതുകൊണ്ട് അതിനൊരു തെളിവ് തരാം. ഞങ്ങളുടെ ഉപദേശിമാരെയൊക്കെ ചിലർ തല്ലുന്ന കണ്ടിട്ടില്ലേ? നിന്ന് കൊള്ളുക. അതന്നെ ഇത് സമാധാന സൂചാട്ടമായതുകൊണ്ടാണ്. പിന്നെ പണ്ട് ഞങ്ങളുടെ ഒരു അപ്പച്ചനുണ്ടായിരുന്നു. പുള്ളി തല്ലത്തില്ലായിരുന്നു. പുള്ളി പഴയ ഇച്ചിരി കാര്യമൊക്കെ അറിയാവുന്ന ആളാ. പുള്ളി പരിശോധന നടത്തിയപ്പോൾ ഒരാൾ വന്ന് തല്ലുകൊണ്ട് പുള്ളി ഇങ്ങോട്ട് തല്ലു വന്നപ്പോൾ എടാ തല്ലാതെന്ന് പറഞ്ഞു. അവൻ പിന്നെ ഇങ്ങനെ പോകുന്നുണ്ട്. അത് വേറെ കേസ്. പുള്ളി തല്ലാന്നേ പറഞ്ഞോളൂ. അതും ആരാന്ന് അമ്മയ്ക്ക് അറിയണമായിരിക്കും. അത് ഞാൻ യോഗം കഴിഞ്ഞ് പറഞ്ഞാൽ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് സമാധാന സുവിശേഷമാണ്. മനസ്സിലായോ? കലക്കം ഉണ്ടാക്കുന്നതല്ല. സുവിശേഷം ഏത് വ്യക്തിയിൽ വന്നോ അവന് സമാധാനമാണ്. സുവിശേഷം ഏത് കുടുംബത്തിൽ വന്നോ ആ കുടുംബത്തിന് സമാധാനമാ. സുവിശേഷം ഏത് ദേശത്ത് വന്നോ ദേശത്തിന് സമാധാനമാ. സുവിശേഷം ഏത് സംസ്ഥാനത്ത് വന്നോ സംസ്ഥാനത്ത് സമാധാനമാ. ഈ കേരളത്തിലെ വലിയ അലോക്യവും വലിയ പ്രശ്നവും ഇല്ലാതിരിക്കുന്നത് ഇവിടെ പ്രാർത്ഥിക്കുന്ന സമാധാന സുവിശേഷം പറയുന്നത് കൊണ്ടാണ്. അത് അതിനൊരു തർക്കവുമില്ല. ഞങ്ങളുടെ പണി എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓർക്കുന്നത് ഞങ്ങൾ രാജ്യത്തിനെതിരാന്നല്ല. ഞങ്ങളുടെ പണി നിങ്ങൾ ഞങ്ങളുടെ ഹോളിലോട്ടൊന്ന് പോവാ വെള്ളിയാഴ്ച. ഇനി എല്ലായിടത്തും പോകാനത്തില്ല. കാരണം തിരുവല്ലയിലോട്ടോ അവിടെ എന്നാ നടക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അവിടെ ഇരുന്ന് എന്നാ ചെയ്യുന്നതെന്ന് അറിയാമോ? ഞങ്ങൾ ഈ സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവമക്കളെല്ലാം അങ്ങനെയാ ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, MLA മാര്, അത് പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. സ്തോത്രം. സകല MP മാർക്കും MLA മാർക്കും വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും മുനിസിപ്പാലിറ്റിയുടെയും താലൂക്കിന്റെയും കോർപ്പറേഷന്റെ ഒക്കെ സകല ആൾക്കാർക്ക് ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി അവർകള്, ചീഫ് ജസ്റ്റിസ്, ക്യാബിനറ്റ് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. നശിച്ചു പോകാനല്ല, എല്ലാവരും അനുഗ്രഹിക്കപ്പെടാൻ. ഇതാണ് നമ്മുടെ പണി. ഇവരോർക്കുന്നത് ചിലരോർക്കുന്നത് നമ്മൾ സ്വസ്ഥത കെടുത്തുകയാണ്. അയ്യോ എടാ പൊട്ട, നീ വന്ന് നോക്ക് ഞങ്ങൾ എന്നാ ചെയ്യുന്നത്. ഞങ്ങളുടെ ഹോളിനകത്ത് കയറിക്ക് ഒരു ചുണ്ടരിവ പോലും നീ കൊണ്ടുപോകുകയല്ല. കുട്ടനാടൻ ഭാഷ ആ ചുണ്ടരിവ കണ്ടിട്ടുണ്ടോ? എങ്ങനെ ഇരിക്കും? ആ ചുണ്ടരിവ പോലും ഇരിക്കും. കുട്ടനാടൻ ഭാഷയാണ്. അവിടെയൊക്കെ കൊയ്ത്തരിവാളുണ്ട്. കൊയ്ത്തരിവാളിന്റെ അറ്റം ഇച്ചിരി മുറിച്ചെടുക്കുന്നത് ആ ചുണ്ടരിവ. ഞങ്ങളുടെ ഹോളിലൊന്ന് നീ വന്ന് കയറ ഒരു പേനാക്കത്തി പോലും കാണുകയല്ല. അതെന്നാ? ഞങ്ങളുടെ മാർഗം സമാധാന സുവിശേഷമാണ്. ഇതിനകത്ത് വടിവാളുമില്ല, ഇടികട്ടയില്ല, നെഞ്ചക്കുമില്ല, നാടൻ ബോംബില്ല, മുളക് പൊടിയില്ല. മുളക് പൊടി പറയാൻ മേല, ചൂപ്പാവശ്യരിക്കുന്നു. ഇവിടെ ഒന്നുമില്ല. ഇതിനകത്ത് സമാധാന സുവിശേഷമാണ്. ഞാൻ വന്ന വണ്ടി നോക്ക്. ഈ ദൈവദാസന്മാർ വന്ന് എന്നെ നിർത്താൻ പറഞ്ഞതാണോ? പിന്നെ കുഴപ്പമില്ല, നല്ല കാര്യമാണ്. കണ്ണ് വെട്ടിയ ഉടനെ
ഈ ബഹുമാനപ്പെട്ട പുളിവേലിപ്പാഷയുടെ വണ്ടിയെ ചെന്ന് നോക്ക്, ഒരു പേനാക്കത്തി പോലും കാണുകയല്ല. അതിനാ കൊണ്ടു നടക്കുന്ന സമാധാന സുവിശേഷമാണ്. ആണ്ട എന്റെ വണ്ടി അപ്പുറം കിടപ്പം, നീ നോക്ക്, ഒരു ബ്ലേഡ് എടുക്കാനുണ്ടോ അതിനകത്ത് നിന്ന്? ഇല്ല. വേറെ പുസ്തകമുണ്ട് അതിനകത്ത്, എൻ്റെ കയ്യിലുമുണ്ട്. പാട്ടുപുസ്തകമൊക്കെ കാണും. പിന്നെ തൊണ്ടയ്ക്ക് പ്രയാസമുള്ളതുകൊണ്ട് ഇച്ചിരി പ്ലാസ്കും വെള്ളവും ഉണ്ട്. അപ്പം വരിക, നിനക്ക് ഇച്ചിരി തരാം. ഇതൊക്കെ ഉള്ളത് നമ്മുടെ കയ്യില്. എന്നാൽ ചില ആൾക്കാരുടെ വണ്ടിയൊക്കെ ഒന്ന് പരിശോധിച്ച്, സമയമായോ അമ്മാമേ, ഇപ്പം വിടാം, ഇതുകൂടെ കേട്ടേച്ച് പോകും. ഇത് കേൾക്കേണ്ട കാര്യമാണ്. അമ്മാമയെ നോക്കുന്നു, ഇപ്പം വിടാം. പാവോർക്ക് ആ മുന്നിൽ വന്ന് പെട്ടും പോയി എഴുന്നേക്കാനും ഒക്കത്തില്ല. അയാൾ ബോധമില്ലാത്തവനാ വല്ലതും വിളിച്ചു പറഞ്ഞ ദൈവത്തിന് മഹത്വം. അയ്യോ, ഇത് സമാധാന സുവിശേഷമാണ്. ദൈവത്തിന് മഹത്വം. ആമേ, സമാധാനത്തിന് മാർഗമാണ്. യേശു നായകൻ, സമാധാന നായകൻ, നിനക്കെന്നും ധനമേ എന്തിനാകുലം കലരും മനമേ, എന്തിനാകുലം കലരും മനമേ. യേശു നായകൻ, സമാധാന നായകൻ, നിനക്കെന്നും ധനമേ, എന്തിനാകുലം കലരും മനമേ, എന്തിനാകുലം കലരും മനമേ. നിൻസഹായകൻ അവൻ ശക്തനാകയാൽ നിനക്കു നിർഭയമേ. ലോകപോരിതിലനുദിനം ജയമേ, ലോകപോരിതിലനുദിനം ജയമേ. യേശു നായകൻ, സമാധാന നായകൻ, നിനക്കെന്നും ധനമേ, എന്തിനാകുലം കലരുന്ന മനമേ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. എന്റെ പ്രിയരെ, ഇത് സമാധാന സുവിശേഷമാണ്. ഈ സുവിശേഷം വന്നിടത്തല്ല സമാധാനമാണ്. ഈ സുവിശേഷത്തിന്റെ മണ്ണിടത്തല്ല ശാന്തതയാ. ഈ പുസ്തകത്തിലൊരു വാക്യമുണ്ട്, ശാന്തത വന്നത് കൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു, ആഗ്രഹിച്ച തുറമുഖത്ത് അവനവരെ എത്തിച്ചു. ഇത് ശാന്തതയെ സമാധാനത്തിന്റെ മാർഗമാണ്. തമ്മിൽ തല്ലിക്കുന്നതല്ല, തലകീറിക്കുന്നതല്ല, ആമ വെട്ടിക്കൊല്ലുന്ന മാർഗമല്ല, ആമ പ്രശ്നം ഉണ്ടാക്കുന്ന മാർഗമല്ല. ഇത് പ്രശ്നം പരിഹരിക്കുന്ന ശാന്തത, സമാധാനം, സ്വസ്ഥത കൊടുക്കുന്ന മാർഗം ആ സുവിശേഷം. അപ്പൊ എന്താ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകലരും രക്ഷപ്പെടാൻ. എന്താ ഇതിന്റെ വിശേഷത? സമാധാന സുവിശേഷം. ആരാ കേൾക്കണ്ടേ? സകല ആൾക്കാരും കേൾക്കണം. എല്ലാം വിശദീകരിക്കാൻ നേരമില്ല, എല്ലാവരും കേൾക്കണം. കേൾക്കാൻ കൊള്ളാവുന്നതായത് എല്ലാവരും കേൾക്കണം. കേട്ടാനുള്ള ഗുണം ഒത്തിരി ഉണ്ട്. എല്ലാം ഇപ്പം പറയുന്നില്ല, നാളെ വരുന്ന പുള്ളി ബാക്കി പറഞ്ഞോളും. എനിക്ക് ഇതൊക്കെ പറയണമെങ്കിൽ ഞാൻ അഹങ്കരിച്ചൊന്നും പറയില്ല, തെറ്റിദ്ധരിക്കരുത്. അത് പോയിൻ്റാന്നേ പെട്ടെന്ന് പറയാം. ഇടയ്ക്ക് ഈ പാട്ടുമൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി സമയമൊക്കെ കൂടുതൽ കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ്. എന്നാലും ഇത്രയും നേരം നിങ്ങൾ ഇരുന്ന് തന്നതിനെ അഭിനന്ദിക്കുന്നു. ദൈവത്തിന് മഹത്വം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വായിച്ച വാക്യത്തോടൊരു കാര്യം പറഞ്ഞ് ചങ്ങ് നിർത്തിയേക്കാം. കർത്താവ് നേരിട്ട് പറഞ്ഞതാണ്, നിങ്ങളുടെ ഹൃദയം. യോഹന്നാന്റെ സുവിശേഷം. യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. ദൈവം, യേശു ദൈവം. അടുത്ത കാലത്ത് മുളച്ച് കിളിച്ച് പൊന്തി വന്ന പുത്തൻ ദൈവമല്ല, അവിടെ നിന്ന് നിത്യനായ ദൈവമാണ്. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചല്ലോ, ശാന്തമ്മയുടെ കാര്യവും ബാബുവിൻ്റെ കാര്യവും അങ്ങനത്തെ ദൈവമല്ല. ബാബുവൊക്കെ അടുത്ത കാലത്ത് ദൈവമായതാണ്. ശാന്തമ്മയും തങ്കയും കഞ്ഞിക്കുടി തോമായും കരിമ്പിലെ മത്തായി എല്ലാം അടുത്ത കാലത്ത് മിണ്ടുന്നില്ല. യേശു ക്രിസ്തു അടുത്ത കാലത്ത് ദൈവമായതല്ല, നിത്യനാണ്. 90-ാം സങ്കീർത്തനത്തിലെ വാക്യം മനപാഠമാണല്ലോ, കർത്താവേ നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിന് നീ, ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുൻപ് നീ അനാദിയായും ശ്വാസനമായും ഞങ്ങളുടെ ദൈവമാകുന്നു. സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ. ദൈവം സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ. സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ. ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല,
വിടുക. ഈ കൊച്ചമ്മയ്ക്കൊക്കെ അറിയാം, വേദവികാരമാണ്, പഴയ ബ്രദർകാർക്ക് അറിയാം, ചൊല്ലിവിടുക. നമ്മുടെ ജോൺസൺ ചാൻ്റെ അമ്മ അവിടെ നമ്മൾ വീട്ടിൽ പോയി കപ്പയൊക്കെ തിന്നതല്ലയോ, ചക്കയും തന്നതല്ലേ. ശുപാർശക്ക് ഒരു സംശയം ഏത് അമ്മയാണ്. നമ്മളവിടെ പോയി പിന്നെ നല്ല ഭക്ഷണമൊക്കെ തന്ന അമ്മയാണ്. സകല ലോകങ്ങൾക്കും ആദികാരണമിവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവവൃന്ദവന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറും പെരിയവൻ ദൈവം. ആഗമാകാരന്മാരിലാദവൻ മോസസും സർവാഗമ പൊരുളാഗമി പരാശക്തിക്ക് ഏലൊന്നോരെ പ്രിയമാം നാമമോദിയത് മൂലവസ്തുവാം നാഥനുപദേശിച്ചിതല്ലോ. ഇലോകി ശബ്ദായിയു എലോകി അഡോണായി വിലോപമെന്നേ യാഗ്വേ യഹോവ യാഗെന്നെല്ലാം മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമീജനാൽ പ്രകടിതമെന്നേ വേണ്ടൂ. ഗൂഢവിഗ്രഹനായിട്ടെങ്കിലും വർത്തിക്കലും കൂടസ്ഥൻ നിരാശകനാത്മാവെന്നിവ രണ്ടും കാലാനുസാരം പ്രകടീകരിച്ചിടും. പുഷ്പകാലത്ത് കളകണ്ഠം കളകൂചിതം പോലെ അല്ലായിൽ അതീശനെ മാനുചരറിയെന്നാൽ ഇവൻ അഗാധസ്ഥിതനല്ലോ. പ്രപഞ്ചത്തിന്റെ മൂലഗന്ധത്തെ കണ്ടെത്തുവാൻ പ്രപഞ്ചവാസികൾക്ക് കഴിവില്ലായ മൂലം സ്വീയമാം മകത്തത്വബോധനം നടത്തുവാൻ ഈ ഉലങ്കിൽ ദൈവമയപ്പു നിജാത്മാനം. എല്ലാം പറയാൻ നേരമില്ല. കാശിന് കൊള്ളാതുള്ള കരത്തിൻ കഴുത, കാശിന് കൊള്ളാതുള്ള കരത്തിൽ താടിയല്ലാൽ നാസിറായ ഒരു ശിംശോൻ 1000 ഫെലിസ്ത്യരെ കാശിനി തന്നിൽ കൊന്ന് വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈശനെ നിനക്കെന്നാൽ ദുശകമെന്തെന്നുള്ളൂ. സപ്തവർണ്ണങ്ങളുടെ മിശ്രണമായുള്ള ഒരു സപ്തസപ്തിയും കിരണങ്ങളാൽ കാർമേഘവും ചിത്രവർണ്ണോജ്വലമാൻ ചാപമായി തീരുമെങ്കിൽ ഉത്തമ നിൻ ദീപ്തിയാൽ എൻ ബുദ്ധി ശോഭിക്കില്ലേ. നമസ്തേ ദേവദേവ, നമസ്തേ വിശ്വവന്ദ്യ, നമസ്തേ ദേവദേവ, നമസ്തേ പാരായണ, നമസ്തേ നദജന പാലന പാരായണ. മോശയിൽ നാവൽ നീ പ്രവർത്തിക്ഷമമാക്കി സ്വാശയം കഴുതയെ കൊണ്ട് നീ പറയിച്ചു. ദാശരെ പ്രഭാഷണ പടുക്കളാക്കി തീർത്തു. മോശമായി ഒന്നുമില്ല നിന്നുടെ കരം ചേർന്നാൽ അതാ ദൈവം, അതാ സത്യദൈവം. അടുത്ത കാലത്ത് മുളച്ച് കിളിച്ച് പൊന്തി പൊങ്ങി വന്ന പുത്തൻ ദൈവമല്ല, നിത്യനായ ദൈവം. യോഹന്നാന്റെ അടുത്ത് യേശു ദൈവമാണെന്ന് തെളിയിക്കുക. 1-ാം അധ്യായം ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട്. 2-ാം അധ്യായം കാനാവിലെ കല്യാണ വീട്ടി പച്ചവെള്ളം വീഞ്ഞാക്കിയ ദൈവം. 3-ാം അധ്യായം നിത്യജീവനെ കൊടുക്കുന്ന ദൈവം. 4-ാം അധ്യായം ആത്മാവാകുന്ന ദൈവം. 5-ാം അധ്യായം സകല ദീനങ്ങളും വ്യാധികളും പൊറുപ്പിക്കുന്ന ദൈവം. 6-ാം അധ്യായം ജീവന്റെ അപ്പമായ ദൈവം. 7-ാം അധ്യായം ആത്മ നിറവിനെ കൊടുക്കുന്ന ദൈവം. 8-ാം അധ്യായം സാക്ഷാൽ വെളിച്ചമായ ദൈവം. 9-ാം അധ്യായം പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയ അത്ഭുതങ്ങളുടെ ദൈവം. 10-ാം അധ്യായം നല്ല ഇടയനായ ദൈവം. 11-12 അധ്യായം മരിച്ചവനെ ഉയർപ്പിക്കുന്ന ദൈവം. 13-ാം അധ്യായം പെസഹായ. 14-ാം അധ്യായത്തിന്റെ 1 വായിച്ചത് നിങ്ങളുടെ ഹൃദയം. അതിന് കാരണം 3 കാര്യം വിശദീകരിക്കുന്നില്ല, പറഞ്ഞങ്ങ് നിർത്താം. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയാ നിങ്ങളുടെ ഹൃദയം. അതിന് കാരണമുണ്ട്. 13-ാം അധ്യായം പഠിച്ചാൽ പെസഹായ കാല് കഴുകുകയൊക്കെയാണ്. സമയമായപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു ഞങ്ങള് പെസഹ ഒരുക്കാൻ ശാല, കാരണം കയറി കിടക്കാൻ ഇടമൊന്നുമില്ല, തലചായ്ക്കാൻ ഇടവുമില്ല, കരം കൊടുക്കാൻ കാശുമില്ല. നരികൾക്കു വസിപ്പതിനായി കുഴിയും പറവയ്ക്ക് വസിപ്പതിനായി കൂടും. നരികൾക്ക് വസിപ്പതിനായി കുഴിയും പറവയ്ക്ക് വസിപ്പതിനായി കൂടും. പൂവിനുണ്ടിവനോ തലചായ് പതിനായി പുരുഷല്ല, ദീപാരും സ്ഥാനമില്ല. പൂവിനുണ്ടിവനോ തലചായ്
കുരിശും നിച്ച തോളിലെടുത്തൊരുവൻ തിരിമേൽ കരേറി പോകും. കാഴ്ച കാണി. അപ്പൊ അതുകൊണ്ടാ ശിഷ്യന്മാർ വന്ന് ചോദിക്കുക, ഗുരു എവിടാ പെസഹ ഒരുക്കേണ്ടത്? കർത്താവ് പറഞ്ഞു, നിങ്ങള് എതിരെയുള്ള നഗരത്തിൽ ചെല്ലുമ്പോൾ ഒരുത്തൻ ഒരു കുടം വെള്ളവും കോരിക്കൊണ്ട് വരും. നിങ്ങൾ അവന്റെ പുറകെ ചെല്ലണം. അവനൊരു വലിയ വീട്ടിൽ ചെല്ലും. നിങ്ങളും അവിടെ ചെല്ലുമ്പോൾ വീട്ടുടയവൻ ചോദിക്കും എന്തുവാന്ന്. അപ്പം വീട്ടുടയവനോട് പറയണം, കർത്താവും ഗുരുവുമായ ഞങ്ങളുടെ ദൈവത്തിന് ആമൻ പെസഹ കഴിക്കാൻ ശാല അവൻ വിരിച്ചൊരുക്കിയ വൻമാളിക കാണിക്കും. ഈ പ്രവചനം അതുപോലെ നടന്നു. അതാ പ്രവചനം. അല്ല, ഇന്ന് കുറെ പ്രവാചകന്മാരുണ്ട്, ചുമ്മാ ഇന്ന് പെടൽ വെട്ടിക്കുക. സമയമായിരിക്കും, അതുകൊണ്ടാണ് പാട്ട് പിടിച്ച കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ വീടിന്റെ അവിടെ ഒരു കുടംപുള്ളി നിപ്പുണ്ടോ? സഹോദരിമാരായത് കേട്ട് ഇളകുന്ന പാവത്തങ്ങള്. നിങ്ങൾ പാവങ്ങളാ. എന്നാളൊരു സഹോദരി പറഞ്ഞു, പെണ്ണുങ്ങളെ എല്ലാം കുറ്റം പറയാം. അയ്യോ, ഇതങ്ങളെ നല്ലതാ വേണ്ടിയിരിക്കുന്നല്ലേ. അതുങ്ങളുണ്ടെങ്കിലേ യോഗത്തിനൊരു കൊഴുപ്പ്. 2 തോത്രം പറയാനും അല്ലെങ്കിൽ ആണ്ടിരിക്കുന്ന ഒരെണ്ണം ഇതുവരെ അനങ്ങിയില്ല. പിന്നെ 2 തോത്രം പറയുന്നത് നിങ്ങളാ. അച്ഛൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി മൂക്കുന്നുണ്ട്, അത് നന്നായി. ദൈവത്തിന് മകൾ നിങ്ങൾ വേണം യോഗത്തിന്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതുങ്ങളെ പറ്റിക്കാൻ പെട്ടെന്ന് ബലഹീന മാത്രമല്ലേ. അതാ വന്ന് ചോദിക്കുന്നത്, കുടംപുളി സ്തോത്ര. പക്ഷെ കുടംപുളിയാണോ വാളംപുളിയാണോ? ഏറെ ഒരെണ്ണം തള്ളക്ക് അതുപോലും അറിയാമല്ല വാളംപുളി അതാ. അപ്പൊ ഇവന് മനസ്സിലായി ഈ ചേമ്പ് ഈ കലത്തിൽ ദൈവാത്മാവ് എന്തെങ്കിലും പറഞ്ഞാൽ കുടംപുളി ഉണ്ടോ എന്നല്ല, കുടംപുളിയാണ് പറയും. അവിടെ ഒരു കുടംപുളി നിൽപ്പുണ്ടെന്ന് പറയും. ഉണ്ടോ എന്ന് ചോദിക്കുന്ന മറ്റവനാ. നിങ്ങളുടെ തെക്ക് വശത്ത് വാഴ നിപ്പുണ്ടോ? ഇപ്പോഴത്തെ പ്രവാചകനാ. പക്ഷെ പൂവനാന്നോ ചെങ്കതലിയാന്നോ ഏതോ ഒരെണ്ണം. അപ്പൊ അവന് മനസ്സിലാക്കി ഈ ചേമ്പ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞെങ്കിൽ കൃത്യം പറയും. ഈ യോവാശിന്റെ മകനാകുന്ന ഗദയോനോട് ദൂതം എന്ന് പറഞ്ഞത് കാളയുടെ പ്രായം വരെ പറഞ്ഞു. കാളയുടെ അത് എത്രാമത്തെ കാളയാണെന്നും പറഞ്ഞു. അച്ഛാ വാക്യം ഒന്ന് വായിച്ചേ. 6:25 6:20 പമ്പയാറല്ല 6 ന്യായാധിപന്മാർ 6:25 വായിച്ചേ. ആ കണ്ണിക തുടങ്ങുന്നിടത്ത് അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത് നിന്റെ അപ്പന്റെ ഇളയ കാളയായ പ്രവചനം അങ്ങനെ. നിന്റെ അപ്പന്റെ ഇളയ കാളയായ അതാ. അല്ലാതെ കുടംപുളി ഉണ്ടോ, പൂവമ്പാഴയുണ്ടോ, റോഡുണ്ടോ, കയറ്റമുണ്ടോ, അങ്ങനൊന്നുമല്ല. കൃത്യമാ പറഞ്ഞേ. നിന്റെ അപ്പന്റെ ഇളയ കാളയാകുന്ന 7 വയസ്സുള്ള കാളയുടെ പ്രായം. നിന്റെ വീട്ടിലെ കാളയുടെ പ്രായം വരെ അറിയുന്നവനാ ദൈവം. പിന്നാണോ നിന്റെ കാര്യം? നമ്മളോടിപ്പോ പിന്നെ പ്രായം ഒന്നും ചോദിക്കാം. നമ്മൾ എന്തുകൊണ്ട് പ്രായം കണ്ടിട്ട് തന്നെ തോന്നുന്നു. ദൈവം കൃത്യം പറയും. ഇളയ കാളയാകുന്ന നിന്റെ അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുവന്ന് നിന്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള എത്രാമത്തെ കാളയുടെ പ്രായം? ഇതെല്ലാം കൃത്യമാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് പറയും. ഇന്ന് രാത്രി നിന്നെ നല്ലതുപോലെ വിവേചിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാ യേശു പ്രവചിച്ചു, നിങ്ങൾ ആ നഗരത്തിൽ ചെല്ലുമ്പോൾ ഇതുപോലെ വീട് കാണും. കറക്റ്റ് അതുപോലെ സംഭവിച്ചു. എന്തിനേറെ ശിഷ്യന്മാരും കർത്താവും വിരിച്ചൊരുക്കിയ വൻമാളികയെ കയറി. വലിയ വൻമാളികയാ. ഇവര് മിക്കവരും മുക്കുവരാ, കടപ്പുറത്ത് ജീവിച്ചവരാ, ഗലീലക്കാരെ പറ്റി ചരിത്രം പഠിച്ചാൽ ഇവരുടെ ദേശത്തിന്റെ പൊതുവിലുള്ള പേര് കാബൂൽ ദേശമെന്ന ഇരുണ്ട സ്ഥലമാണ്. വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ല. അതുകൊണ്ടാണല്ലോ അപ്പോസ്തലപ്രവൃത്തി 2 അന്യഭാഷ പറഞ്ഞപ്പോൾ 18 ഭാഷക്കാർ പറഞ്ഞത് ഇവരെല്ലാം ഗലീലക്കാരല്ലേ എന്ന്. എന്നിട്ടും വലിയ മാർമിക വിഷയമല്ലേ പറയുന്നത്. അന്തം വിട്ടുപോയി ജ്ഞാനികള്. അവർ നോക്കുമ്പോൾ പഠിപ്പില്ലാത്തവനെല്ലാം വേച്ച് കീച്ചുക, ഇംഗ്ലീഷും അറബി ഉറുദു എല്ലാം തേലും അടിച്ച് മിന്നുക.
ഇതാ പെന്തിക്കോസ്. അല്ലാതെ ജയിലിൽ കിടന്ന് പറഞ്ഞ അന്യഭാഷയൊന്നുമല്ല. സ്തോത്രം. അന്തം വിട്ടു പോയി. അവർ പറഞ്ഞു ഇവരെല്ലാം ഗലീലക്കാരല്ലേ? അതെ. അവർ പറയുന്നതൊക്കെ അന്നേരം ചില സഹോദരന്മാർ പറഞ്ഞു നിന്ന് പോയെന്ന്. ചിലർക്ക് നിന്നായിരിക്കും, എനിക്ക് നിന്നിട്ടില്ല. ഞാനിപ്പോൾ തർക്കിക്കാനുമില്ല. ഇല്ല, ഞാനില്ല. ഗുരുവും ശിഷ്യനും കൂടെ തർക്കിച്ചിട്ട് വല്ലതും ജയിച്ചോ? രണ്ടും കട്ട. ഗുരു ആറാട്ടുപുഴം മണപ്പുറത്ത് നിന്ന് കണ്ടിക്കും, ശിഷ്യൻ പൂവത്തൂരിൽ നിന്ന് കണ്ടിക്കും. എന്തോ പ്രശ്നമാണ്. അവസാനം എനിക്ക് ഒന്ന് കെ ജി തോമാച്ചനാണോ കെ ജി കുര്യച്ചാനാണോ പറഞ്ഞ് മതി നിർത്താൻ പറഞ്ഞു. നിർത്ത്. ഇത് അതിനുള്ള സമയമൊന്നുമല്ല. പക്ഷെ ഒരു കാര്യം പറയാം, നിന്നിട്ടില്ല. ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അതിന്റെ വിടുതലും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആത്മാവിൽ മർമ്മങ്ങളാ സംസാരിച്ച്. അപ്പൊ അതുകൊണ്ട് ഇവര് സാധാരണക്കാരും വിദ്യാഭ്യാസമില്ലാത്തവരും ഒക്കെയാ. പക്ഷെ ഇവർ ഈ വന്മാളിക കയറി ഇതെല്ലാം കണ്ടതില് ഈ വിരിച്ചൊരുക്കിയ വന്മാർ, ഇംഗ്ലീഷിൽ ഫർണിഷ്ഡ് റൂം എന്ന ഒരു ഇംഗ്ലീഷിൽ കേട്ട തെറ്റിയോ? ഇല്ല, അപ്പർ റൂം എന്നാണ്. ഇവരിതിനകത്ത് കയറി അന്തം വിട്ടുപോയി. അപ്പൊ എന്റെ ഭാവനയാ, ശിഷ്യന്മാരും ഒക്കെ അല്ലേ പറഞ്ഞു കാണും, ഏതായാലും പുള്ളിയുടെ കൂടെ കൂടിയത് കൊണ്ട് നമുക്ക് ഈ പട്ടണത്തിൽ ഈ വീട്ടിലൊന്ന് കയറാൻ പറ്റിയല്ലോ. എന്നാ മറ്റവൻ പറഞ്ഞു, അതാ ഞാനും അത് ചിന്തിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഒരു പുള്ളി പറഞ്ഞ ലൈറ്റൊക്കെ വെളിയിൽ നിന്ന് കൊണ്ടുവന്നതാന്നാ. അല്ല നമുക്കത് കാണാനെങ്കിലും. പൊരുത്തം പറഞ്ഞ് ഞാൻ ആ സെറ്റിയിലിരുന്നിട്ട് കൂടെ പണ്ട് എന്നെ ഒരു വലിയ വീട്ടിൽ കൊണ്ടുപോയി. ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ്. ആദ്യമായിട്ട് അങ്ങനെ ഒരു വീട്ടിൽ ചെല്ലുക ഞാൻ. നമ്മൾ ആ കുട്ടനാട്ടിലെ കാവാലത്ത് ഒരു വീട്, നല്ല വീട് പോലും ഇല്ല. അതൊന്നും വിവരിക്കുന്നില്ല. അവിടെ കിടന്ന് ഞാൻ ഒരു സ്ഥലത്ത് യോഗത്തിന് പുള്ളി പറഞ്ഞ് വണ്ടിയെ വരുമെന്ന് പറഞ്ഞ് വണ്ടി വന്നപ്പോൾ എനിക്ക് വണ്ടി പറയാനെന്ന് പറയാൻ പറ്റില്ല. നല്ല വണ്ടിയാണ്. വണ്ടിയെ കയറ്റി എന്നെ കൊണ്ടുപോയി. ഭയങ്കരം വീട്. ഞാൻ ആയുസിലാദ്യം അങ്ങനെ ഒരു വീട് കാണുക. അന്തം വിട്ടുപോയില്ല. പണ്ട് ഉജാലം പോയത് പട്ടിണി കൊണ്ടുപോമില്ല വണ്ടി തേനു കുശസ്ഥലി, പട്ടണം കണ്ടപ്പോഴേ വിശപ്പും ദാഹവും എന്ന് പറഞ്ഞാൽ ഞാൻ അന്തം വിട്ടുപോയി. അപ്പം എന്നോടൊപ്പം കയറി വാ പാസ്റ്റർ എന്ന് പറഞ്ഞു. കയറി ചെന്നു ഇരിക്കാൻ പറഞ്ഞു. ഇരിച്ചേച്ച് പുള്ളി കാപ്പി എടുക്കാനായിട്ട് അങ്ങോട്ട് പോകും. ഞാൻ ഇരുന്നപ്പോൾ അങ്ങ് താന്ന് പോകും. ആദ്യമായിട്ട് അങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി. കുറേ നേരം ഞാൻ പൊങ്ങാൻ താഴുകല്ലോ. ആയുസിൽ ആദ്യം ഒരിക്കല്ലോ. പിന്നെ അവിടെ നിന്ന് നടന്നു വരുന്ന ശബ്ദം കേട്ടപ്പോൾ ഞാൻ പിന്നെ സത്യമാ. പിന്നെ ബാത്റൂം എന്നെ കൊണ്ട് എനിക്ക് തന്ന മുറി അതും ഇതുപോലെ നല്ല മെത്ത. ആയുസിൽ ആദ്യം അതൊക്കെ കാണുന്നത്. സത്യം പറഞ്ഞാൽ ശരിക്ക് കിടന്നുറങ്ങില്ല. എങ്ങനെ കിടന്നുറങ്ങാനാ? ബാത്റൂം എവിടാന്ന് ചോദിച്ചു. ബാത്റൂമിലോട്ട് കയറി കാണിച്ചു വെച്ച് പുള്ളി പോയി. ദൈവമേ ഇതെവിടാ ഞെക്കുന്നത്, എവിടുന്ന് ആ വെള്ളം വരുന്നത്? സത്യം പറഞ്ഞാൽ ഇതെല്ലാം നോക്കിയും കണ്ടിരുന്നതല്ലാതെ. പിന്നെ ഞാൻ പുള്ളിയോട് ചോദിച്ചു വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു. നമുക്കിത് ആദ്യമായിട്ട് കാണുക. അല്ല, എന്തിനാ കള്ളം പറയുന്ന കാര്യമില്ലല്ലോ. ഈ ശിഷ്യന്മാർ ഈ പട്ടണത്തിൽ വലിയ വന്മാളികയെ ചെന്ന് ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ അന്തം വിട്ട് ഒരു ചിന്തയും കൂടെ അങ്ങ് പറയാ. ശിഷ്യന്മാർ പറഞ്ഞു കാണും നമുക്കിതൊക്കെ കാണാനേ ഭാഗ്യമുള്ളൂ. ഒന്ന് ഒരുത്തം പറഞ്ഞു കാണുന്നതൊക്കെ പെട്ടെന്ന് കണ്ടോണം, അങ്ങനെ ഇറങ്ങിയാൽ നമ്മളെ ഇവിടുന്ന് ഇറക്കും. പുള്ളി ഉള്ളത് കൊണ്ടാണ് നമ്മളും ഇവിടെ അതാ സത്യം. യേശു ഉള്ളത് കൊണ്ടാണ് നിന്നെ ബഹുമാനിക്കുന്നേ. യേശു ഉള്ളത് കൊണ്ട് ആരെയല്ലേ നിനക്ക് 10 രൂപ തരുന്നേ? യേശു ഉള്ളത് കൊണ്ടാ പച്ചവെള്ളം തരുന്നത്. യേശു ഉള്ളത് കൊണ്ടാ കസാരയിൽ ഇരുത്തുന്നത്. യേശു ഉള്ളത് കൊണ്ടാ നിന്നെ ബഹുമാനിക്കുന്നത്. അല്ല, നമ്മുടെ കുടുംബശ്രേഷ്ഠതയും മഹിമയും വിടുതലും ഒന്നുമല്ല, യേശു ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഇവര് പറഞ്ഞു പെട്ടെന്ന് കണ്ടേച്ചിറങ്ങാൻ. ഒന്ന് ഒരുത്തം പറഞ്ഞു നമുക്കിതൊക്കെ കാണാനേ. ഇങ്ങനൊക്കെ ചിന്തിച്ച് പിന്നെ കർത്താവിന്റെ ക്രൂശീകരണമൊക്കെ ചിന്തിച്ച് ഹൃദയം അങ്ങ് കലങ്ങി. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞ ഹൃദയം ഈ വീടും കൂടെ കണ്ട് കലങ്ങിയെന്ന് പറയാൻ ഒരു ചിന്ത ആ 14-ാം അധ്യായത്തിലുണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കുന്നുണ്ട്, ഒരു വീട്. അപ്പൊ അത് വീടും കൂടെ കണ്ടാ കലങ്ങിയത്. ഞാൻ നിങ്ങൾക്കൊരു ഭവനം ഒരുക്കുന്നു. ഇവിടുത്തെ വീട് മണ്ണും ഇഷ്ടികയും കമ്പിയും സെമന്റും മെറ്റീരിയലാ. പക്ഷെ ഞാൻ നിങ്ങൾക്കൊരു വീട് ഒരുക്കുന്നുണ്ട്. അടിഞ്ഞു പോകുന്നതല്ല, നശിച്ചു പോകുന്നതല്ല. നിങ്ങളുടെ ഹൃദയം കലകരുത്. എന്താ കലങ്കരുതെന്ന് പറയാൻ കാര്യം? 1, നമുക്കൊരു ദൈവമുണ്ട്. 2, നമുക്കൊരു സ്ഥലവും വീടും ഒരുക്കുന്നുണ്ട്. 3, അവർ ഒരുക്കിയച്ച് വീണ്ടും തിരിച്ചു വരും. ഇന്ന് രാത്രി ഹൃദയം കലങ്കരുത്. തിരുസഭയെ ചേർക്കുവാൻ യേശു വീണ്ടും വരും. അതാണ് നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശയുള്ളവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. അല്പസമയങ്ങൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തെ സ്തുതിക്കുക. നമുക്കൊരു ദൈവമുണ്ട്. ഹൃദയം കലങ്കരുത്. നമുക്കൊരു സ്ഥലവും വീടും ഒരുക്കുന്നുണ്ട്. ഹൃദയം കലങ്കരുത്. അത്
ചേർക്കും താൻ ഇരിക്കുന്ന ഇടത്ത്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്ത. ആ പഴയ പാട്ടിന്റെ 2 ചരണം പാടിയാ മതി. പഴയ പാട്ടിന്റെ കാത്തിരിക്കും വിശുദ്ധരെല്ലാം കാറ്റുകനെ പോലെ ഗമിക്കും. ആമേൻ. കാത്തിരിക്കും. കൈയടിച്ചു പാടാം. കാറ്റുകനെ പോലെ ഗമിക്കും. ആമേൻ. മധ്യാകാശമണിയറയിൽ ആമേൻ. കൈയടിച്ച്. ഓ കൈയടിച്ച്, കൈയടിച്ച്. ഓ യേശുവിന്റെ അടിസ്ഥാനം. ഓ കൈയടിച്ച് ചേർന്ന്. ഓ കൈയടിച്ച് ശക്തിയോടെ. എന്റെ പ്രിയൻ വാനിൽ വാരാ. ഓ എന്റെ പ്രിയൻ വാനിൽ വാരാ. ഓ സോദരനെ ഉണർത്തിടുവീൻ. ഓ ഉയർത്തിടാം കോടിയെ. ആമേൻ. സോദരനെ ഉണർത്തിടുവീൻ. തിരുമികബലപട. ദൈവത്തിന് ആമേൻ. യേശുവിന്റെ അടിസ്ഥാനം. യേശുവിന്റെ അടിസ്ഥാനം. ഓ അവരിന്റെ വഴി നടത്തും. ഓ ഭൂമിയിൽ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഇതുവരെയും എന്നെ കേട്ടിരുന്ന പിതാക്കന്മാർ, മാതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, ബഹുമാന്യ കർത്തദാസന്മാർ, ആമേൻ, ഓൺലൈനിലുള്ളവർ എല്ലാവർക്കും നന്ദി. ദേശവാസികൾക്ക് നന്ദി. 1 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ?